രാവിലെ ഉണരുമ്പോൾ തളർച്ചയാണോ അതോ നല്ലൊരു ഉറക്കം ഇപ്പോഴും സ്വപ്നം മാത്രമാണോ? നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് കൂടെയുണ്ട് ആലുങ്കൽ ബെഡ് എംപോറിയം. ട്രെൻഡിംഗ് ആയ ലാറ്റക്സ് ബെഡുകളും മെമ്മറി ബെഡുകളും സ്പ്രിംഗ് ബെഡുകളും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആലുങ്കൽ ബെഡ് എംപോറിയം, കുറുമല, മാലക്കുളത്തിന് സമീപം, ചേലക്കര. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ ഇല്ലംനിറ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഓഗസ്റ്റ് 9 ഞായറാഴ്ചയും, കർക്കിടകവാവ് ബലിതർപ്പണം, മഹാതില ഹോമം, മഹാപിതൃ സായുജ്യ പൂജ എന്നിവ ഓഗസ്റ്റ് 12 കാലത്ത് 3 മണി മുതൽ 11 മണി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ ഇല്ലംനിറ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ചയും, കർക്കിടകവാവ് ബലി പിതൃതർപ്പണം, മഹാതില ഹോമം, മഹാപിതൃ സായുജ്യ പൂജ എന്നിവ 2026 ഓഗസ്റ്റ് 12 നടക്കും. കാലത്ത് 3 മണി മുതൽ 11 മണി വരെ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം അത് 2026 ആഗസ്റ്റ് 12 ബുധനാഴ്ച ആണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5000 പേർക്കുള്ള ഒരു വിപുലമായ സൗകര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് 2 ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. 2 ബലിത്തറകളിലായി ഏകദേശം ഒരു 1000 പേർക്ക്, ഒരു ട്രിപ്പിൽ 1000 പേർക്ക് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള 2 വശങ്ങളിലായിട്ടാണ് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന വിപുലമായ സൗകര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-ാം തീയതി 11-ാം തീയതിയോടുകൂടി എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാകും. അതുപോലെ അതിനുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഷവർ ബാത്ത് വെച്ചാൽ പുഴയിൽ വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ട് പുഴയിൽ ഇറങ്ങാൻ സാധിക്കാത്ത വന്ന സമയത്ത് നമ്മൾ ഷവർ ബാത്ത് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ വർഷവും നമ്മൾ ഷവർ ബാത്ത് വെച്ചാൽ പുഴയിലേക്ക് ഇറങ്ങാതെ ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും വെവ്വേറെ വസ്ത്രം മാറാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് നമ്മൾ സായുജ്യ പൂജ, മഹാസായുജ്യ പൂജ, അതുപോലെ മഹാതിലഹോമം, അതുപോലെ ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആ ഒരു ചടങ്ങ് അവിടെ നടക്കും. അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, ചുക്കുകാപ്പി എന്നീ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ വാഹനങ്ങൾ, വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിപുലമായ സൗകര്യമാണ് ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗതമായിട്ട് നമ്മൾ കേരള കലാമണ്ഡലത്തിൻ്റെ അകത്ത് PNM ആയുർവേദ കോളേജിലാണ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ നില ബോട്ട് ക്ലബിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ അതിൻ്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഷീ ലോഡ്ജിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഡോക്ടർമാരുടെ സേവനം, അതുപോലെ മരുന്ന്, മറ്റുള്ള കാര്യങ്ങൾ, ആംബുലൻസ് സൗകര്യം എന്നീ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം പങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. 5000 പേർക്ക് ബലിതർപ്പണം ചെയ്യാനായി 2 ബലിത്തറകൾ 2 ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഒരു ട്രിപ്പിൽ നടത്താൻ സാധിക്കും. ഷവർ ബാത്ത് സൗകര്യങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രങ്ങൾ മാറാനുള്ള പ്രത്യേക സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ഡോക്ടർമാരുടെ സേവനം, ആംബുലൻസ് സേവനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് പാങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം, ക്ഷേത്ര മാനേജർ MA രാജു, ഓഫീസ് മാനേജർ സുരേഷ് നമ്പുള്ളി എന്നിവർ അറിയിച്ചു. പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് 9 എല്ലാ വർഷവും നടത്തിവരുന്ന ചടങ്ങാണ് ഇല്ലംനിറ എന്ന പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന പരിപാടി നടക്കുന്നു. ഇതിനൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള ശ്രീ പുരട്ടിക്കരമന ബോധശർമ്മൻ തിരുമേനിയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ 10-ാം തീയതി തിരുവാതിര മാസത്തിൽ നടക്കുന്ന തിരുവാതിര ഊട്ട് എന്ന് പറഞ്ഞിട്ട് ഭക്തജനങ്ങൾക്ക് അന്ന് ഭക്ഷണം നൽകുന്ന പരിപാടി, അതുപോലെ ഒരു ഭക്തി പ്രഭാഷണം എന്ന നിലയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 12-ാം തീയതി കർക്കിടക വാവുബലി ദിവസം തന്നെയാണ് ആയില്യം എന്ന ചടങ്ങ് വരുന്നത്. നാഗങ്ങൾക്ക് നാഗപൂജ ഉള്ള കാര്യങ്ങളൊക്കെ അന്നാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ട വിപുലമായ സൗകര്യം, ഭക്തജനങ്ങൾക്ക് അതിനു വേണ്ട വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രം. ന്യൂസ് ഡെസ്ക് CCV.
ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ.